പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന പാഠത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ പഠിക്കാം. ഒന്നാമത്തെ ചോദ്യം: വാട്ട് പ്രിവെൻറ്റഡ് ദ ബോയ് ഫ്രം സീയിങ് ദ റിവർ? എന്താണ് ആ കുട്ടിയെ നദി കാണുന്നതിൽ നിന്നും തടസ്സം നിന്നിരുന്നത്? ദ തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടെയിൻ പ്രിവെൻറ്റഡ് ദ ബോയ് ഫ്രം സീയിങ് ദ റിവർ. നല്ലവണ്ണം നിറഞ്ഞ മരങ്ങൾ അവിടെയുണ്ടായിരുന്നു. ആ മലയിൽ നിറയെ, ആ മൗണ്ടെയിനിൽ നിറയെ മരങ്ങളായതുകൊണ്ട് ആ കുട്ടിക്ക് ആ നദിയെ കാണാൻ സാധിച്ചില്ല. വാട്ട് ഡിഡ് ദ ബോയ് ഹിയർ അബൌട്ട് ദ റിവർ ഫ്രം ദ വില്ലേജേഴ്സ്? എന്താണ് ആ കുട്ടി നദിയെപ്പറ്റി ഗ്രാമവാസികളിൽ നിന്നും കേട്ടറിഞ്ഞത്? ദ ബോയ് ഹിയർഡ് അബൌട്ട് ദ ഫിഷ് ഇൻ ഇറ്റ്സ് വാട്ടേഴ്സ് ആൻഡ് അബൌട്ട് ദ റോക്സ്. ആ നദിയിലെ വെള്ളത്തിലുള്ള മീനുകളെപ്പറ്റിയും അവിടെയുള്ള കല്ലുകളെപ്പറ്റിയുമൊക്കെയാണ് ആ ഗ്രാമവാസികളിൽ നിന്നും ആ കുട്ടി കേട്ടറിഞ്ഞത്. വൈ ഡിഡ് ദ ബോയ് ലൈക്ക് ടു വാക്ക് ബെയർ ഫുട്ടഡ്? എന്തുകൊണ്ടാണ് ആ കുട്ടി നഗ്നപാതനായി ചെരുപ്പൊന്നുമിടാതെ നടക്കാൻ തീരുമാനിച്ചത്? ദ ബോയ് ലൈക്ക്ഡ് ടു വാക്ക് ബെയർ ഫുട്ടഡ് ബിക്കോസ് ഹീ ലൈക്ക്ഡ് ദ ഫീൽ ഓഫ് വാം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ്. ആ കുട്ടിക്ക് അവിടുത്തെ ചൂടുള്ള കല്ലുകളും അതുപോലെ തണുപ്പ് നൽകുന്ന പുല്ലുകളും കാലിൽ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ആ കുട്ടി നഗ്നപാതനായി നടക്കാൻ ഇഷ്ടപ്പെട്ടത്. അടുത്ത ചോദ്യം: ഹൗ ഡിഡ് ദ ബോയ് ഗെറ്റ് എ ചാൻസ് ടു സീ ദ റിവർ? എങ്ങനെയാണ് ആ കുട്ടിക്ക് നദി കാണുവാനുള്ള ഒരു ചാൻസ് കിട്ടിയത്? ദ ബോയ്സ് മദർ and father had gone to visit relatives for the entire day and he was left of his own. ആ കുട്ടിയുടെ അമ്മയും അച്ഛനും അവരുടെ ബന്ധുക്കളെ കാണാൻ വേണ്ടി പോയിരുന്നു. അങ്ങനെ ആ ദിവസം മുഴുവൻ ആ കുട്ടി വീട്ടിൽ തനിച്ചായി. അങ്ങനെ അവന് ഈ നദി കാണാനുള്ള അവസരം ലഭിച്ചു. അടുത്ത ചോദ്യം: ഡിഡ് ദ വുഡ് കട്ടർ എൻകറേജ് ദ ബോയ് ടു ഗോ ടു ദ റിവർ? ആ മരം വെട്ടുകാരൻ കുട്ടിയെ നദിയിലേക്ക് പോകാൻ എൻകറേജ് ചെയ്തോ? ഉത്തരം: നോ, ദ വുഡ് കട്ടർ ഡിഡിൻറ്റ് എൻകറേജ് ദ ബോയ് ടു ഗോ ടു ദ റിവർ. ഇല്ല, ഒരിക്കലും ആ മരംവെട്ടുകാരൻ അവനെ ആ നദിയിലേക്ക് പോകാൻ സമ്മതിച്ചില്ല എന്നല്ല, എൻകറേജ് ചെയ്തില്ല. അടുത്ത ചോദ്യം: വാസ് ദ ബോയ് എ ഗുഡ് വാക്കർ? പിക്ക് ഔട്ട് ദ സെൻറ്റൻസ് ടു ജസ്റ്റിഫൈ യുവർ ആൻസർ. ആ കുട്ടി ഒരു നല്ല നടത്തക്കാരനായിരുന്നോ? നിങ്ങളുടെ ഉത്തരം സമർത്ഥിക്കുക. നോ, ദ ബോയ് വാസ് നോട്ട് എ ഗുഡ് വാക്കർ ഈവൻ ദോ ഹീ സെഡ് ലൈക്ക് ദാറ്റ്. ദ ലൈൻസ് ആർ ഹീ നെവർ വാക്ക്ഡ് ഫർദർ ദാൻ ദ മൈൽ ഫ്രം ഹിസ് ഹൗസ് ടു ദ സ്കൂൾ. അവൻ ആ മരം വെട്ടുകാരനോട് പറയുന്നുണ്ട് താനൊരു നല്ല നടത്തക്കാരനാണെന്ന്. പക്ഷേ ഒരിക്കലുമല്ല അവൻ അവൻ്റെ
വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ദൂരം മാത്രമേ നടന്നിട്ടുള്ളൂ. അടുത്ത ചോദ്യം. ദ ഹാൻഡ്സ് സ്പോക്ക് എ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ. വാട്ട് ഡസ് ഇറ്റ് മീൻ? കൈകൾ അതിൻ്റെ ഭാഷയിൽ സംസാരിച്ചിരുന്നു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ ബാംഗിൾസ് ഷീ വോർ മെയ്ഡ് എ മ്യൂസിക് വെൻ ഷീ മൂവ്ഡ് her hands as though it was talking in their own language with each other. അവൾ അണിഞ്ഞ വളകൾ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ആ വളകൾ തമ്മിൽ സംസാരിക്കുകയാണോ അവരുടെ ഭാഷയിൽ എന്ന് എഴുത്തുകാരന് തോന്നുന്നു. അടുത്ത ചോദ്യം. ഐഡൻറ്റിഫൈ ദ എക്സ്പ്രഷൻ യൂസ്ഡ് ബൈ ഓദർ ടു ഡിസ്ക്രൈബ് ദ ഫ്ലോ ഓഫ് വാട്ടർ. ആ കുട്ടിക്ക് വെള്ളത്തിൻ്റെ ഒഴുക്കിനെ കുറിച്ച് ഓദർ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഉത്തരം ട്രിക്കിൾ ഓഫ് വാട്ടർ എന്നാണ് ഓദർ വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം. വാസ് ദ ബോയ് റിയലി തേസ്റ്റി? വാട്ട് മെയ്ഡ് ദ ബോയ് തേസ്റ്റി? ആ കുട്ടിക്ക് ശരിക്കും ദാഹമുണ്ടായിരുന്നോ? എന്താണ് ആ കുട്ടിയിൽ ദാഹമുണ്ടാക്കിയത്? യെസ്, ദ ബോയ് വാസ് റിയലി തേസ്റ്റി. തീർച്ചയായും അവന് നല്ല ദാഹമുണ്ടായിരുന്നു. ദ ബോയ് ഹാഡ് വാക്ക്ഡ് ഫോർ ഓവർ ആൻ അവർ ത്രൂ ദ ഹോട്ട് ആൻഡ് ഡസ്റ്റി പാത്ത് ആൻഡ് ദ കോൾഡ് വാട്ടർ മെയ്ഡ് ഹിം മോർ തേസ്റ്റി. ആ കുട്ടി ഏകദേശം 1 മണിക്കൂറിലേറെ നടന്നു. അതുകൊണ്ട് അവന് ദാഹമുണ്ടായിരുന്നു. ആ തണുത്ത വെള്ളം കുടിച്ചപ്പോൾ അവന് കൂടുതൽ ദാഹം ഉണ്ടായി. അടുത്ത ചോദ്യം. വൈ വാസ് ദ ബോയ് ഷുവർ ദാറ്റ് ഹി ഹാഡ് കവേർഡ് ഹാഫ് ദ വേ? എന്തുകൊണ്ടാണ് അവന് ഉറപ്പായത് താൻ ഏകദേശം പകുതിയോളം ദൂരം നടന്നു കഴിഞ്ഞു എന്ന്? ഹി ഹാഡ് വാക്ക്ഡ് ഫോർ ഓവർ ആൻ അവർ ഫ്രം ഹിസ് ഹോം, സോ ഹി വാസ് ഷുവർ ദാറ്റ് ഹി ഹാഡ് കവേർഡ് ഹാഫ് ദ വേ. അവൻ വീട്ടിൽ നിന്നും ഇറങ്ങി ഏകദേശം 1 മണിക്കൂറിലേറെ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവന് ഉറപ്പായിരുന്നു അവൻ ഏകദേശം പകുതി ദൂരം കടന്നു കഴിഞ്ഞു എന്ന്. അടുത്ത ചോദ്യം. ദ ബോയ് അൺറാപ്ഡ് ദ ലോഫ് ഓഫ് ബ്രെഡ് ആൻഡ് ബ്രോക്ക് ഇറ്റ് ഇൻ ഹാഫ്സ്, ഓഫറിങ് 1 portion to the village boy. What attitude of the boy is revealed here? And B question. Have you ever shared your food with the needy? Describe your experience. അവൻ തൻ്റെ ബ്രെഡിൻ്റെ പൊതി തുറന്ന് ഒരു ബ്രെഡ് എടുത്ത് അതിൻ്റെ ഒരു കഷ്ണം ആടിനെ മേയ്ക്കുന്ന കുട്ടിക്ക് കൊടുത്തു. ഈ പ്രവൃത്തിയിലൂടെ അവൻ്റെ എന്ത് മനോഭാവമാണ് കാണുന്നത്? അടുത്തൊരു ചോദ്യം കൂടി ഉണ്ട് അതിൽ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലെ ഭക്ഷണം ഷെയർ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവം വിവരിക്കുക. ഉത്തരം. ദിസ് ഷോസ് ദ കെയറിങ് ആൻഡ് ഷെയറിങ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ബോയ്. ഇത് കാണിക്കുന്നത് അവൻ്റെ കെയറിങ്ങും ഷെയറിങ്ങും പരിഗണനയും അതുപോലെ മറ്റുള്ള ആളുകൾക്ക് പങ്കുവയ്ക്കാനുള്ള മനോഭാവമാണ്
കാണിക്കുന്നത്. ഇനി നിങ്ങൾ ഇതുപോലെ ഷെയർ ചെയ്യുമ്പോൾ എന്താണ് ഉത്തരം? ബിയിലെ ഉത്തരം യെസ്, ഐ ഹാവ് ഷെയർഡ് മൈ ഫുഡ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഇറ്റ് ഈസ് ഫൺ ഷെയറിങ് ഫുഡ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഹാവിങ് ഇറ്റ് ടുഗദർ എന്ന് പറയുമ്പോൾ നമുക്കും ഇഷ്ടമാണ് ഭക്ഷണം മറ്റുള്ള ആളുകളുമായി പങ്കുവയ്ക്കുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ട്സുമായി ഭക്ഷണം പങ്കുവയ്ക്കുമ്പോൾ എനിക്കും വളരെ രുചികരമായി തോന്നാറുണ്ട്. അടുത്ത ചോദ്യം, വൈ ഡിഡ് ദ ബോയ് ഫീൽ ഡിസ്കറേജ്ഡ്? എന്തുകൊണ്ടാണ് അവൻ്റെ ഉത്സാഹം കുറഞ്ഞത്? ഉത്തരം, ഹി വാസ് മിസ്സിങ് ഹിസ് വില്ലേജ്. ഹി കുഡൻറ്റ് ഐദർ സീ ഹിസ് ഹോം ഓർ ദ റിവർ ഫ്രം ദ പ്ലേസ് ഹി സ്റ്റുഡ്, സോ ഹി ഫെൽറ്റ് ഡിസ്കറേജ്ഡ്. അവന് തൻ്റെ ഗ്രാമം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവൻ്റെ വീട് പോലും അവന് കാണാൻ കഴിയുന്നില്ല അവിടെ നിന്ന്. അങ്ങനെ നോക്കുമ്പോൾ അവന് ഉത്സാഹം കുറഞ്ഞതുപോലെ തോന്നി. അടുത്ത ചോദ്യം, ദ ബോയ് ഫൗണ്ട് ദ സൈലൻസ് ഇംപ്രസീവ് ബട്ട് ഫ്രൈറ്റനിങ്. വൈ? ആ കുട്ടിക്ക് എന്തുകൊണ്ടാണ് ആ നിശബ്ദത ഒരേ സമയം ആകർഷണീയമായും തോന്നി, അതേസമയം പേടിയും തോന്നി? എന്തുകൊണ്ട്? ദർ വാസ് നോ മാൻ ഓർ എനി സൈൻസ് ഓഫ് മാൻസ് ഇൻഫ്ലുവൻസ് ഇൻ ദ ഫോറസ്റ്റ്. ഹി ഫെൽറ്റ് ഇറ്റ് ആസ് എ ഡിഫറെൻറ്റ് സൈലൻസ്. അതായത് അവന് ആ കാട്ടിൽ ഒരു മനുഷ്യനെയും കണ്ടില്ല എന്ന് മാത്രമല്ല, ഒരു മനുഷ്യൻ അവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരടയാളം പോലും അവിടെ ആ കാട്ടിൽ കാണാനില്ല. അതുകൊണ്ടാണ് അവന് ഒരേ സമയം മനോഹാരിതയും അതോടൊപ്പം തന്നെ ആ സൈലൻസിനെ ഒരു പേടിയും തോന്നാൻ കാരണം. അടുത്ത ചോദ്യം, വാട്ട് ബ്രോക്ക് ദ സൈലൻസ് ഓഫ് സ്പേസ്? പെട്ടെന്ന് ആ നിശബ്ദത ഇല്ലാതാവാൻ കാരണം എന്ത്? ഉത്തരം, എ സഡൻ റോറിങ് സൗണ്ട് ഓഫ് റിവർ ബ്രോക്ക് ദ സൈലൻസ് ഓഫ് സ്പേസ്. പെട്ടെന്നുള്ള ഒരു ശബ്ദം, നദിയിലെ വെള്ളമൊഴുകുന്ന ശബ്ദമാണ് ആ നിശബ്ദതയെ ഇല്ലാതാക്കിയത്. അടുത്ത ചോദ്യം, ദ ബോയ് സ്ലിപ്ഡ് ആൻഡ് സ്റ്റംബിൾഡ് ബട്ട് സ്റ്റിൽ ഹീ റാൻ. വൈ? അവൻ്റെ കാല് വഴുതി തട്ടി വീഴാൻ പോയി, എന്നിട്ടും അവൻ ഓടാൻ കാരണം എന്ത്? ഉത്തരം, ദ ബോയ് റാൻ ബിക്കോസ് ഹി വാസ് എക്സൈറ്റഡ് ബൈ ദ സൈറ്റ് ഓഫ് ദ റിവർ ആൻഡ് ഈഗർ ടു ടച്ച് ദ റിവർ. അവന് നദി കാണാമായിരുന്നു. നദിയിലെ വെള്ളം തൊടാനുള്ള ആകാംക്ഷ കൊണ്ടാണ് അവൻ ഓടിയത്. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ വേർഡ്സ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് വാട്ടർ. വെള്ളത്തെ കുറിച്ചുള്ള വർണ്ണന ഏത് രീതിയിലാണ് ഓതർ ഇവിടെ കാണിക്കുന്നത്? എങ്ങനെയാണ് വെള്ളത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്? ഉത്തരം, പെയിൻഫുള്ളി കോൾഡ് മൗണ്ടെയിൻ വാട്ടർ, ബ്ലൂ ആൻഡ് വൈറ്റ്, വണ്ടർഫുൾ. ഇങ്ങനെ ആണ് വർണ്ണിച്ചിരിക്കുന്നത്. എ പെയിൻഫുള്ളി കോൾഡ് മൗണ്ടെയിൻ വാട്ടർ വെച്ചാലും വളരെ തണുപ്പ് നമുക്ക് വളരെയധികം തണുത്ത് വിറയ്ക്കുന്ന തരത്തിലുള്ള വെള്ളവും, അതുപോലെ ബ്ലൂ ആൻഡ് വൈറ്റ്, നീലയും വെള്ളയും എന്ന് പറഞ്ഞാൽ വളരെ തെളിഞ്ഞ വെള്ളം, അതുപോലെ വണ്ടർഫുൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആശ്ചര്യമുണ്ടാക്കുന്ന തരത്തിലുള്ള വെള്ളം. അടുത്തത്, ദ വാട്ടർ ഇൻ ദിസ് റിവർ ഈസ് ക്ലീൻ ആൻഡ് ബ്രൈറ്റ്. ആർ അവർ റിവേഴ്സ് ദ സെയിം? ഇഫ് നോട്ട് വൈ? ഈ കഥയിലെ
വെള്ളത്തെക്കുറിച്ച് പറയുന്നത് വളരെ ക്ലീനും അതുപോലെ നല്ല തിളക്കമുള്ളതും ശുദ്ധവുമാണ് എന്നാണ്. ഇനി നമ്മുടെ നാട്ടിലുള്ള നദികളെക്കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നോ, അവർ റിവേഴ്സ് ആർ നോട്ട് ക്ലീൻ ഡ്യൂ ടു പൊല്യൂഷൻ. നമ്മുടെ നാട്ടിലുള്ള നദികളൊന്നും ഇത്തരം ക്ലീനോ അല്ല, കാരണം അവ പൊല്യൂട്ടഡ് ആണ് എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.